ഹലോ, ഇന്ന് നമ്മൾ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ നമസ്തേ. ഈ ടെക്നിക്കിൻ്റെ പേരാണ് നിഷ്പന്ദഭാവന. ഇതിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു എം ടി വാൾ ആൻഡ് കംഫർട്ടബിൾ ലൊക്കേഷൻ നോക്കി വാളുമേ ചാരിയിരിക്കുക. ഇതേപോലെ ബാക്ക് ബോൺ സ്റ്റിഫായി വയ്ക്കാതെ കംഫർട്ടബിൾ പൊസിഷനിലിരിക്കുക. കാലിനെ സ്ട്രെച്ച് ചെയ്തിട്ട് വി ഷേപ്പ് ആക്കി വയ്ക്കാം. കംഫർട്ടബിളായിട്ട് വേണം, പെയിൻ വരാത്ത രീതിയിലായിട്ട് ഇരിക്കുക. ആൻഡ് പാംസ് ഫേസിങ് ടുവേർഡ്സ് ദി സീലിംഗ്. സ്റ്റിഫായിട്ടുള്ള ഒരു ബോഡി പാർട്സും വയ്ക്കാതിരിക്കുക. കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ക്ലോസ് യുവർ ഐസ്. ഇനി ഞാൻ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നോർമൽ ബ്രീതിങ് ചെയ്യുക. കീപ് യുവർ ഐസ് ക്ലോസ്ഡ് ത്രൂ ഔട്ട്. നിഷ്പന്ദഭാവന. ഭാവന എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ്, ഇമോഷൻസ്. നിഷ്പന്ദ എന്ന് വെച്ചാൽ നോ, ഇല്ല എന്നതാണ്. സോ നിഷ്പന്ദഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മൂവ്മെൻറ്റ്സ് ഓർ നോ ഇമോഷൻസ്. നമ്മൾ ഈ പൊസിഷനിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇമോഷൻസ് ഓർ ഒരു മൂവ്മെൻറ്റ്സും നമ്മുടെ ബോഡി മൈൻഡിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. നമ്മൾ ഈ ഒരു പോസ്ചറിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ, അറ്റൻഷൻ പോകുന്നത് ഇയേഴ്സിലാണ്, സൗണ്ട്സിലാണ്. നമുക്ക് കുറേ സൗണ്ട്സ് കേൾക്കാൻ പറ്റും. ഒബ്സർവ് ഇറ്റ്. AC-ൻ്റെ സൗണ്ട് കേൾക്കാം, പുറത്ത് ഓടുന്ന വണ്ടികളുടെ സൗണ്ട് കേൾക്കാം, മുകളിൽ നിന്ന് പറന്നു പോകുന്ന ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾക്കാം, കുട്ടികൾ ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ട് കേൾക്കാം. കുറേ അധികം അറ്റൻഷൻ കൊടുക്കുമ്പോൾ ക്ലോക്കിൻ്റെ ടിക് 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 സൗണ്ട് കേൾക്കാം. ഈ ഒരു മെഡിറ്റേഷൻ പോസ്ചറിൽ കുറേ സമയം ഇരിക്കുമ്പോൾ ദൂരെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ സൗണ്ടുകൾ വന്ന് പോവും, പക്ഷെ ഇതിനൊന്നും നമുക്ക് പെർസീവ് ചെയ്യണ്ട, ഒന്നിനെയും ജഡ്ജ് ചെയ്യണ്ട. വന്ന് പോയിക്കൊണ്ടേ ഇരിക്കട്ടെ. ഈ ഒരു നിഷ്പന്ദഭാവന ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ലെവൽ കുറയ്ക്കും. നമ്മളിൽ വൈരാഗ്യഭാവ, ലെറ്റിംഗ് ഗോ എന്ന ക്വാളിറ്റി ഇൻബിൽഡ് ചെയ്യും. നമ്മുടെ ബോഡീനെ മറന്നിട്ട് നമുക്ക്
നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനെ ഹീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയിലുള്ള കറണ്ട് സിക്നെസ്സിനെ ഹീൽ ചെയ്യാൻ പറ്റുന്നൊരു ടെക്നീക്കാണ് നിഷ്പന്ദഭാവന. Continue breathing slowly. Breathe in, breathe out. ഇനി നമുക്ക് നമ്മുടെ ബ്രീതിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലെറ്റ് us bring the awareness to our body. നമ്മൾ നമ്മുടെ ബോഡീനെ മറന്നിട്ട് നമ്മളുടെ സറൗണ്ടിങ്സ് ഉള്ള സൗണ്ട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അറ്റൻഷൻ കൊടുക്കായിരുന്നു. നൗ is the time to bring back the attention to our body. Inhale, exhale. റെഗുലർ ആയിട്ടുള്ള പദ്മാസനം അല്ലെങ്കിൽ സുഖാസനത്തിൽ ഇരുന്നിട്ട് പാംസ് രണ്ടും ക്ലോസ് ആക്കിയിട്ട് റബ് ഇറ്റ്, ക്രിയേറ്റിംഗ് എ ഫ്രിക്ഷൻ ആൻഡ് വാംത്ത്. കൈപാദങ്ങളിലുള്ള ആ വാംത്തിനെ കണ്ണിൽ വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റ്ലി പ്രസ് ചെയ്യുക. Gently open your eyes. I hope you are feeling good. Thank you so much എൻ്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്തതിന്. I hope this helps. Take care. Namaste.